ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മൊഡ്യൂൾ 2 ആണ്. ബിസിനസ് അനലിറ്റിക്സ് ആൻഡ് ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് അറിയേണ്ട ഒരു കാര്യം എന്താണ് ബിസിനസ് അനാലിറ്റിക്സ് എന്ന് പറയുന്നത്. ഈസ് ദ പ്രോസസ് ഓഫ് കളക്ടിങ്, ഓർഗനൈസിങ് ആൻഡ് അനലൈസിങ് ബിസിനസ് ഡാറ്റ. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന എല്ലാ ഡാറ്റകളെയും കൃത്യമായിട്ട് കളക്ട് ചെയ്യുകയും അതിനെ ഓർഗനൈസ് ചെയ്യുകയും അനലൈസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ഓർഗനൈസേഷൻ മേക്ക് എ ബെറ്റർ ഡെസിഷൻ ആൻഡ് ഇംപ്രൂവ് ബിസിനസ് പെർഫോമൻസ്. ബിസിനസ്സിൻ്റെ പെർഫോമൻസിനെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഡെസിഷൻ എടുക്കുന്നതിനൊക്കെ ഇങ്ങനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ബിസിനസ് അനലറ്റിക്സ് യൂസസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്. അപ്പോൾ അനാലിസിസിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? അതിന് വേണ്ടിയിട്ട് സ്റ്റാറ്റിസ്റ്റിക്കലി ഉപയോഗിക്കുന്ന ടൂളുകളുണ്ട്, ടെക്നോളജി ഉണ്ട്, ഡാറ്റ അനാലിസിസ് ടെക്നിക്സുകളുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ബിസിനസ്സിലെ പ്രോബ്ലംസിനെയൊക്കെ അവിടെ സോൾവ് ചെയ്യാറുള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ സെയിൽസ് അനാലിസിസ് നടത്താറുണ്ട്, കസ്റ്റമർ ബിഹേവിയർ സ്റ്റഡി നമ്മൾ ചെയ്യാറുണ്ട്, ട്രെൻഡ് പ്രഡിക്ഷൻസ്, മാർക്കറ്റ്, അതായത് ഇപ്പോൾ നിലവിൽ മാർക്കറ്റിലത്തെ കറൻറ്റ് ട്രെൻഡ് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഭാവിയിൽ പോകുക എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയാണ് പ്രധാനമായിട്ടും ബിസിനസ് അനലിറ്റിക്സ് യൂസ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ ഒരു ബിസിനസ് അനലിറ്റിക്സിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് നോക്കാം. അതിൽ പ്രധാനമായിട്ടും ബിസിനസ് അനലിറ്റിക്സ് ഹെൽപ്പ് ബിസിനസ് അണ്ടർസ്റ്റാൻഡ് മാർക്കറ്റ് കണ്ടീഷൻ ആൻഡ് കസ്റ്റമർ നീഡ്സ് മോർ ഇഫക്റ്റീവ്ലി. ഏറ്റവും നല്ല രീതിയിൽ ബിസിനസ് അനലിറ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, മാർക്കറ്റിലെ കണ്ടീഷൻസിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും കസ്റ്റമർക്ക് എന്തൊക്കെയാണ് കൂടുതൽ ആവശ്യങ്ങൾ എന്നുള്ളതും അവരെ എങ്ങനെയാണ് നല്ല രീതിയിൽ അത് മീറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ അനലിറ്റിക്സ് യൂസ് ചെയ്യാം. നമ്മൾ അനലിറ്റിക്സ് യൂസ് ചെയ്യുക വഴി നമ്മുടെ ബിസിനസ്സിൻ്റെ എഫിഷ്യൻസിനെ കൂട്ടാനും പരമാവധി ചിലവുകൾ കുറയ്ക്കാനും നല്ലൊരു പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. കൂടാതെ തന്നെ ഓർഗനൈസേഷന് ബിസിനസ്സിൻ്റെ സാധ്യതകളെക്കുറിച്ചും ബിസിനസ്സിലുള്ള റിസ്കുകളെക്കുറിച്ചും ഫ്യൂച്ചറിലെ ട്രെൻഡിനെ കുറിച്ചൊക്കെ അറിയുന്നതിനും ഇത് വളരെ ഉപയോഗപ്രദമാണ്. ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കാൻ പറ്റും, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ പ്രോഫിറ്റ് നല്ല രീതിയിൽ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുമ്പോഴും ഡിസിഷൻ എടുക്കാൻ പറ്റുമ്പോഴൊക്കെ നമ്മുടെ ലാഭം വർദ്ധിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. സോ അങ്ങനെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു നല്ല മാർഗം കൂടിയാണ് ബിസിനസ്സിനെ അനാലിസിസ് ചെയ്യുക എന്നുള്ളത്. ഇനി അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് അനാലിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അനാലിസിസിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് അനാലിസിസുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ് അനലൈസസ് പാസ്റ്റ് ബിസിനസ് ഡാറ്റ. ഇതുവരെ നമ്മുടെ ബിസിനസ്സിലത്തെ ഡാറ്റകൾ എന്താണോ അതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഓൾറെഡി എന്താണ് ഓർഗനൈസേഷനിൽ നടക്കുന്നത് എന്നുള്ളതും കൂടിയിട്ടാണ് വെച്ചിട്ടായിരിക്കും. അതായത് കഴിഞ്ഞ മുൻ വർഷങ്ങളിലുള്ള ബിസിനസ്സിൻ്റെ പെർഫോമൻസും ഇപ്പോഴത്തെ നിലവിലുള്ള സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കുന്നതിനാണ് ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ് എന്ന് പറയുന്നത്. ഇതിലൂടെ നമുക്ക് ഇൻഫർമേഷൻസ്, അതായത് നമ്മൾ പ്രിപ്പയർ ചെയ്ത റിപ്പോർട്ടുകൾ, ചാർട്ടുകൾ, ഡാഷ്ബോർഡ്സ്, അതിലൂടെയൊക്കെ നമുക്ക് ഇൻഫർമേഷനെ സമ്മറൈസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. ഇങ്ങനെ നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ ബിസിനസ്സിലെ പാറ്റേൺ എങ്ങനെ പോകുന്നു, അതായത് എന്താണ് ഇപ്പോൾ നിലവിലെ കണ്ടീഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സൊക്കെ അറിയാൻ വേണ്ടിയിട്ടും നമുക്ക് പഴയ കാലങ്ങളിൽ ആ ഒരു പെർഫോമൻസിനെ കുറിച്ചൊക്കെ അതിൽ വന്ന പോരായ്മകളെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി സാധിക്കും. ഇനി അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് സെയിൽസ് റിപ്പോർട്ടുണ്ട്, ഓരോ മാസം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സെയിൽസ് റിപ്പോർട്ടുകൾ, അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അനാലിസിസുകൾ, അറ്റൻഡൻസ് റിപ്പോർട്ടുകൾ, അങ്ങനെ മുന്നേ നടന്ന എല്ലാ ഡാറ്റകളെയും കൃത്യമായിട്ട് അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത അനലറ്റിക്സ് ആണ് പ്രെഡിക്റ്റീവ് അനലറ്റിക്സ് എന്ന് പറയുന്നത്. പ്രെഡിക്റ്റീവ് അനലറ്റിക്സിൽ ഹിസ്റ്റോറിക്കൽ ഡാറ്റയെ നമ്മൾ പഠിക്കും, മുൻ വർഷങ്ങളിലെ ഡാറ്റകളെ പഠിക്കും, സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസ് യൂസ് ചെയ്യും, ആൻഡ് ടെക്നോളജി, ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അതിൻ്റെ ഔട്ട്കം എന്താണ് എന്നതിനെ പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു അനലറ്റിക്സിൽ വരുന്നത്. ഇനി അതേപോലെ തന്നെ ബിസിനസ്സിനെ ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് കൃത്യമായിട്ട് ഫ്യൂച്ചറിലെ ട്രെൻഡൊക്കെ നമുക്ക് ഏകദേശം എസ്റ്റിമേറ്റ് ചെയ്യാനും കസ്റ്റമറുടെ ബിഹേവിയർ പഠിക്കാനും പോസിബിൾ റിസ്കുകൾ, അതിലുണ്ടാവാൻ സാധ്യതയുള്ള റിസ്കുകൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ആൻഡ് ഓർഗനൈസേഷൻസ് ഈ ടൈപ്പ് അനലറ്റിക്സ് യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ട് നല്ല രീതിയിൽ പ്ലാനിങ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഫ്യൂച്ചറിലെ സിറ്റുവേഷൻസിന് വേണ്ടിയിട്ട് അവർക്കൊന്ന് പ്രിപ്പയർ ആവാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ മെത്തേഡ് അവിടെ യൂസ് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ സെയിൽസ് ഫോർകാസ്റ്റിംഗ് ചെയ്യുക, നെക്സ്റ്റ് മന്തിൽ എത്ര സെയിൽസ് ഉണ്ടാവും, വെതറിൻ്റെ പ്രഡിക്ഷൻ എങ്ങനെയായിരിക്കും, കസ്റ്റമർ ഡിമാൻഡിൻ്റെ പ്രഡിക്ഷൻ, അങ്ങനെ വരാൻ പോകുന്ന കാര്യത്തിനെക്കുറിച്ചായിരിക്കും നമുക്കൊരു ഏകദേശ ധാരണ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അനലറ്റിക്സ് അവിടെ കണ്ടക്ട് ചെയ്യുന്നത്.
നെക്സ്റ്റ് വരുന്നത് പ്രിസ്ക്രിപ്റ്റീവ് അനലറ്റിക്സ് ആണ്. ഇതിൻ്റെ മീനിങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആദ്യത്തെ നമ്മൾ പാസ്റ്റ് ഡാറ്റേനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്തത് ഡിസ്ക്രിപ്റ്റീവ്. പിന്നുള്ളത് നമ്മൾ ഫ്യൂച്ചറിന് വേണ്ടി എഴുതുന്നത് പ്രെഡിക്റ്റീവ് ആണ്. ഇനി പ്രിസ്ക്രിപ്റ്റീവ് അനലറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത് അതായത് ബിസിനസ്സിൽ പലതരത്തിലുള്ള പ്രോബ്ലംസ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ പ്രോബ്ലംസിനെ ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അതിന് വേണ്ട റെക്കമെൻഡേഷനാണ് ഈ ഒരു അനലറ്റിക്സിലൂടെ നമ്മൾ കൊടുക്കുന്നത്. അതായത് ഏതൊക്കെ രീതികൾ ഉപയോഗിക്കണം, എങ്ങനെയാണ് നമുക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റുക, അങ്ങനെ ഒരു സൊല്യൂഷനാണ് ഇവിടെ കൊടുക്കുന്നത്. ഇറ്റ് അനലൈസ് അവൈലബിൾ ഡാറ്റ ആൻഡ് സജസ്റ്റ് ഡിസിഷൻസ്. കിട്ടാൻ സാധ്യതയുള്ള എല്ലാ ഡാറ്റകളെയും കളക്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് അവർ നല്ല നിർദ്ദേശങ്ങൾ, ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ഇവിടെ കൊടുക്കുക. അതുവഴി ബിസിനസ്സിൻ്റെ പെർഫോമൻസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ദിസ് ടൈപ്പ് ഓഫ് അനലറ്റിക്സിലൂടെ മാനേജേഴ്സ് ചൂസ് ദ മോസ്റ്റ് ഇഫക്റ്റീവ് സ്ട്രാറ്റജി എമംഗ് ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ്. മാനേജേഴ്സ് എപ്പോഴും ചെയ്യുന്നത് എന്താണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഏറ്റവും നല്ല ഇഫക്റ്റീവായിട്ടുള്ള സ്ട്രാറ്റജി ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യാനാണ് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബെസ്റ്റ് പ്രാക്ടീസിങ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് എന്തൊക്കെയാണ്, റൂട്ട് ഓപ്റ്റിമൈസേഷൻ ഇൻ ട്രാൻസ്പോർട്ടേഷൻ, അതൊക്കെ പ്രിസ്ക്രിപ്റ്റീവ് അനലറ്റിക്സിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ബിസിനസ്സിൻ്റെ അനാലിസിസ് അല്ലെങ്കിൽ ബിസിനസ് അനലറ്റിക്സ് എന്താണെന്നുള്ളതും 4 ടൈപ്പിലുള്ള അനാലിസിസുകളും പറഞ്ഞു. ഇനി ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ടൂളുകളും ടെക്നിക്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഫോർ ബിസിനസ് അനലറ്റിക്സ്. ബിസിനസ് അനലറ്റിക്സിൽ ടൂൾസ് ആൻഡ് ടെക്നിക്സുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഓർഗനൈസേഷന് കൃത്യമായി ഡാറ്റകളെ കളക്ട് ചെയ്യാനും കിട്ടിയ ഡാറ്റയെ പ്രോസസ്സ് ചെയ്യാനും അതിനെ വ്യക്തമായിട്ട് അനലൈസ് ചെയ്യാനും അതിലൂടെ എന്താണ് അതിൻ്റെ റിസൾട്ട് ഇൻ്റർപ്രിറ്റ് ചെയ്യാനൊക്കെ നല്ലൊരു ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് സഹായകമാവുള്ളൂ. അതേപോലെ തന്നെ ഈ ടൂൾസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ബിസിനസ്സിൽ കൃത്യമായിട്ട് അതിൻ്റെ ട്രെൻഡ് എന്താണെന്ന് അറിയാൻ പറ്റുക, പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ പറ്റുക, പെർഫോമൻസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക. ആൻഡ് മോഡേൺ ബിസിനസ് യൂസ് വേരിയസ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ്. പല ബിസിനസ്സുകളും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഈ ഒരു മെത്തേഡ് അനലറ്റിക്കൽ മെത്തേഡ്സ് ടു മാനേജ് ബിസിനസ് ഡാറ്റ എഫക്റ്റീവ്ലി. ബിസിനസ്സിൻ്റെ ഡാറ്റേനെ വളരെ ഫലപ്രദമായ രീതിയിൽ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസും യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഫാക്ടറുകൾ എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിങ്ങിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്, ബിസിനസ് എഫിഷ്യൻസിനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത്, ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിങ്ങിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും ഈ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഉപയോഗിക്കുന്നതിൻ്റെ ഗുണം അല്ലെങ്കിൽ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റ കളക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ടൂൾസിനെ കുറിച്ച് നോക്കാം. ഇതിൽ പ്രധാനമായിട്ടും ഡാറ്റ കളക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ടൂൾസ് എന്ന് പറയുമ്പം ഇവിടെ യൂസ് ചെയ്യുന്നത് ഗ്യാദർ ആൻഡ് സ്റ്റോർ ബിസിനസ് ഇൻഫർമേഷൻ ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ്. പല മാർഗ്ഗങ്ങളിൽ നിന്നും നമുക്ക് ബിസിനസ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസും എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ആ കിട്ടുന്നതിനെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ദീസ് ടൂൾസ് ഹെൽപ്പ് ബിസിനസ് ഓർഗനൈസസ് ഡാറ്റ ഇൻ എ സ്ട്രക്ചേർഡ് ആൻഡ് സെക്യൂർ മാനർ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ടൂളുകൾ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഡാറ്റകളെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പം പെട്ടെന്ന് അത് അവൈലബിൾ ആവുന്ന രീതിയിലൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. നല്ലൊരു പ്രോപ്പർ ഡാറ്റ മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആക്യുറസി ഇമ്പ്രൂവ് ചെയ്യാനും അതേപോലെ തന്നെ ബിസിനസ്സിൻ്റെ അനാലിസിസ് വളരെ കൃത്യമായിട്ടും റിലയബിൾ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ എക്സാമ്പിൾസ് ഇവിടെ പറയേണ്ട എക്സലും ഗൂഗിൾ ഷീറ്റും DBMSും ക്ലൗഡ് സ്റ്റോറേജ് ഒക്കെയാണ് അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറയുന്നത്. ഇനി ഡാറ്റ അനാലിസിസ് ടെക്നിക്സുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഡാറ്റ അനാലിസിസ് ടെക്നിക്സ് എന്ന് പറയുന്നത് മെത്തേഡ്സ് ആണ് യൂസ്ഡ് ടു എക്സാമിൻ ആൻഡ് ഇൻ്റർപ്രിറ്റ് ബിസിനസ് ഡാറ്റ. കൃത്യമായിട്ട് ബിസിനസ് ഡാറ്റേനെ എക്സാമിൻ ചെയ്യാനും ഇൻ്റർപ്രിറ്റ് ചെയ്യാനും ആൻഡ് അതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ടെക്നിക്സുകൾ. ഈ ടെക്നിക്സിലൂടെ നമുക്ക് ബിസിനസ്സിനെ കൃത്യമായി അതിൻ്റെ പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, റിലേഷൻഷിപ്സ് മനസ്സിലാക്കാൻ പറ്റും, അതുപോലെ ഡാറ്റ ട്രെൻഡുകൾ അറിയാൻ പറ്റും. ഇനി ഇതിലൂടെ മാനേജേഴ്സിന് കൃത്യമായിട്ട് വിവരങ്ങൾ എപ്പോഴും ആവശ്യമുള്ളത് കിട്ടിക്കൊണ്ടിരിക്കാനും ആക്യുറേറ്റ് ഡിസിഷൻ എടുക്കാനൊക്കെ സാധിക്കും. അതിനുവേണ്ടി ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സ് പറയുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസുകളും ഡാറ്റ മൈനിങ്, റിഗ്രഷൻ അനാലിസിസ്, ട്രെൻഡ് അനാലിസിസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് എവിടെയൊക്കെ ഇനിയും വളരാൻ സാധ്യതകളുണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും പ്രെഡിക്റ്റ് ചെയ്യാനും ഫ്യൂച്ചറിൽ അതിൻ്റെ ഔട്ട്കം എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനും ഡിസിഷൻ മേക്കിനെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ ഹെൽപ്ഫുള്ളാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് ടൂൾസ് ആണ്. വിഷ്വലൈസേഷൻ ടൂൾസ് പ്രസൻറ്റ് ബിസിനസ് ഡാറ്റ
ഇൻ ദ ഫോം ഓഫ് ചാർട്ട്സ്, ഗ്രാഫ്സ് ആൻഡ് ഡാഷ്ബോർഡ്സ്. അതായത് നമുക്ക് കിട്ടുന്ന വിവരങ്ങളെ കൃത്യമായിട്ടും കാണുന്ന രീതിയിലേക്ക് മാറ്റുക. അതായത് ചാർട്ടുകളായിട്ടും ഗ്രാഫുകളായിട്ടും ഡാഷ്ബോർഡുകളായിട്ടും കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൂൾസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ പോലും വളരെ ഈസിയറായിട്ട് മനസ്സിലാക്കാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനൊക്കെ പറ്റും. വിഷ്വൽ റിപ്പോർട്ട്സ് ഹെൽപ്പ് മാനേജേഴ്സ് ക്വിക്കലി ഐഡൻറ്റിഫൈ ഇമ്പോർട്ടൻറ്റ് ബിസിനസ് ഇൻസൈറ്റ്. അതായത് വിഷ്വൽ റിപ്പോർട്ട്സിലൂടെ കൃത്യമായി മാനേജേഴ്സിന് കിട്ടുന്ന ഹെൽപ്പ് എന്ന് പറയുന്നത് ക്വിക്കായിട്ടും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിസിനസ് ഏതാണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ടാബ്ലോ, അതുപോലെ പവർ BI, പിന്നെ ഗൂഗിൾ ഡാറ്റ സ്റ്റുഡിയോ, മൈക്രോസോഫ്റ്റ് എക്സൽ ചാർട്ട്സുകൾ, അതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിളായിട്ട്, ഈ ടൂൾസിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത്. ഇനി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അനലറ്റിക് ടൂളുകളുണ്ട്. അതായത് അഡ്വാൻസ്ഡ് ടൂൾസ് യൂസ് AI ആണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിങ്ങുമാണ് ടു അനലൈസ് ലാർജർ എമൗണ്ട് ഓഫ് ബിസിനസ് ഡാറ്റ. വലിയ വലിയ ബിസിനസ് ഡാറ്റനെ അനലൈസ് ചെയ്യാൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് AIയും മെഷീൻ ലേണിങ്ങും. ഈ ടൂൾസ് ചെയ്യുക വഴി ബിസിനസ്സിന് നല്ല രീതിയിൽ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് അനാലിസിസ് നടത്താം ആൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്ന വളരെ കൃത്യമായിട്ട് തന്നെ ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുക. ദേ ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ ഫിനാൻസ്. ഇനി ഈ ലേറ്റസ്റ്റ് ടെക്നോളജി പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് ഫിനാൻസിങ് മേഖലയിലും മാർക്കറ്റിംഗ് മേഖലയിലും ഹെൽത്ത് കെയറിൽ, ഇ-കൊമേഴ്സിൽ, ഇൻഡസ്ട്രീസിലൊക്കെയാണ് ഇത് നല്ല രീതിയിൽ ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഈ അനലറ്റിക്സിന് വേണ്ടിയിട്ട് പഠിക്കുന്ന ടൂളാണ് പൈത്തണും ആർ പ്രോഗ്രാമിങ്ങും സാപ്പും IBM SPSS ഒക്കെ. അപ്പോൾ ബിസിനസ് അനലറ്റിക്സിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ ടെക്നോളജി യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ടെക്നോളജിക്കലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അനലറ്റിക്കൽ ടൂൾസാണ് ഇത്.